ഹായ് എല്ലാവർക്കും നമസ്കാരം. ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുള്ള ഒരു സംശയത്തിൻ്റെ ക്ലാരിഫിക്കേഷനാണ്. അതായത് പലരും ചോദിക്കാറുണ്ട് ഫ്ലൂട്ടിൽ എന്തിനാണ് സെവൻത്ത് ഹോൾ ഉപയോഗിക്കുന്നതെന്ന്. നമുക്കറിയാം, നമുക്ക് പണ്ട് കിട്ടിയിരുന്ന ഫ്ലൂട്ടിലൊന്നും, പണ്ട് കിട്ടുന്ന 6 ഹോൾ ഫ്ലൂട്ടിലൊന്നും 7th ഹോൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. 6 ഹോളിൽ എൻഡ് ചെയ്യുന്ന കുറച്ചുകൂടി നീളം കുറഞ്ഞ ഫ്ലൂട്ടുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന മിക്ക ഫ്ലൂട്ടുകളിലും 7th ഹോൾ കാണാൻ സാധിക്കും. പലരും ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇതിന് പ്രധാനമായിട്ട് 2 ഉപയോഗമാണ് ഉള്ളത്. ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്, ഫ്ലൂട്ട് നിർമ്മിക്കുന്നവർ, ഫ്ലൂട്ട് മേക്കേഴ്സ് ഫസ്റ്റ് ഹോൾ, ഇപ്പോൾ ഹിന്ദുസ്ഥാനിലാണെങ്കിൽ ഈ 6th ഹോൾ, ഈ ലാസ്റ്റ്, ഈ ഫസ്റ്റ് ഹോളാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോളിന്റെ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ 7th ഹോൾ മെയിൻ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ട്യൂണിങ് ഹോൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമുക്ക് 6 ഫിംഗറിംഗ് ഹോൾസ് ആണുള്ളത്. 6ാമത്തെ ഹോൾ അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും. ഫ്ലൂട്ടിലെ ഏറ്റവും ബേസ് നോട്ട്, ഇതാണ് ആദ്യം ഡ്രിൽ ചെയ്യുന്നത്. ആ നോട്ടിന്റെ ട്യൂണിങ്ങിന് വേണ്ടിയിട്ടാണ് നമുക്ക് ട്യൂണിങ് ഹോൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഓപ്പണിൽ കിട്ടുന്ന സ്വരം, ഹിന്ദുസ്ഥാനിൽ മാ എന്ന് പറയുന്ന സ്വരം, കർണാട്ടിക്കിൽ ഗ എന്ന് പറയുന്ന സ്വരം. അപ്പൊ ഗമ ഗമ അത് കട്ടാവാതെ കിട്ടാൻ, അല്ലെങ്കിൽ മപ്പ അത് കട്ടാവാതെ കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ 7th ഹോൾ ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ മാ കിട്ടും. ഇപ്പൊ മായാണെങ്കിൽ ഗ കിട്ടും. അത് കുറച്ച് പഠിച്ചവർക്ക് അതിന്റെ ഉപയോഗം, മക 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 ഗമ ഗമ അങ്ങനെയുള്ള കട്ടാവാതെ കിട്ടും. ഈ 2 ഉപയോഗങ്ങളാണ് ഈ 7th ഹോളിന് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഹിന്ദുസ്ഥാനി ബാൻസുരിയിലൊക്കെ ഈ 7th ഹോള് നമുക്ക് അടിയിലായിരിക്കും ഉണ്ടാവുക, ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ഈ മുട്ടിൽ വെച്ചിട്ട് ആ തീവ്രമാ വായിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കറക്റ്റ് അടച്ചു കഴിഞ്ഞാൽ തീവ്രമാ നമുക്ക് കേൾക്കും. ഇതാണ് ഇതിന്റെ മെയിൻ ഉപയോഗം. അപ്പോൾ 7th ഹോളിന്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.